ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ടിഫിൻ ബോക്സ് ഒക്കെ പ്രത്യേകിച്ച് കുട്ടികൾ കൊണ്ടുപോകുന്ന കറിപ്പാത്രമാകട്ടെ, സ്റ്റീലിൻ്റെ ടിഫിനാകട്ടെ, ഇനി ഫൈബറിൻ്റെ അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആകട്ടെ, നമ്മൾ അധിക കാലം ഇതുപോലെ അടച്ചു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പിന്നീട് നമ്മൾ തുറക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ഇതിലില്ല എന്നുണ്ടെങ്കിൽ കൂടി നന്നായി ഉണങ്ങിയ പാത്രമാണെങ്കിൽ കൂടി നല്ല ബാഡ് സ്മെൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഏലക്കായും ഗ്രാമ്പുമാണ് കേട്ടോ. ഇതുപോലെ കുറച്ച് ഏലക്കായും ഗ്രാമ്പും ഇതിലിട്ട് വെച്ചതിന് ശേഷം നന്നായി ഉണക്കിയ പാത്രം മൂടി വരിക. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ ഈ പാത്രം ഓപ്പൺ ആക്കുന്നത് ആ സമയത്ത് നല്ലൊരു സ്മെല്ല് ഉണ്ടാകും. ബാഡ് സ്മെല്ല് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കറിപ്പാത്രത്തിൽ ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. ഏത് കറിയാണെന്ന് വെച്ചാൽ കറിയുടെ പാത്രവും അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാകട്ടെ, ഏത് പാത്രത്തിലാകട്ടെ ഇതുപോലെ അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും കുറച്ച് ഇതുപോലെ ഗ്രാമ്പൂവും ഏലക്കായും ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചിലർ കോഫി പൗഡർ ഇട്ട് കൊടുക്കാറുണ്ട്. കോഫി പൗഡർ ആകുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു പാത്രം വീണ്ടും കഴുകിട്ടതായിട്ട് ഉണ്ടാകും. അല്ലെങ്കിൽ നമുക്കൊരു ടിഷ്യൂവിൽ പതുങ്ങി കോഫി പൗഡർ ആണെങ്കിലും ഇട്ട് കൊടുക്കാം. അത് ബാഡ് സ്മെൽ അകറ്റാൻ വേണ്ടി സഹായിക്കാറുണ്ട് കേട്ടോ. അതുപോലെ മറ്റൊരു കാര്യം പറയുന്നത്, തീർച്ചയായും കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇപ്പോൾ സ്റ്റീലിൻ്റെതായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ സ്റ്റീലിൻ്റെത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നന്നായി ഇത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ മതിലിലൊക്കെ കുത്തിയിട്ടായിരിക്കും ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്രവണത വരുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ ടൈറ്റുള്ള ടിഫിനൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത്. ഒരല്പം വെളിച്ചെണ്ണയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം, കൈകളിൽ എടുത്തതിന് ശേഷം ഇതുപോലെ ഈ വക്കിൽ നന്നായി ഒന്ന് ഇതുപോലെ കൈകൾ കൊണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മൂടിയിലും ഈ ഒരു ഭാഗത്ത് നന്നായി ഒന്ന് ജസ്റ്റ് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കയ്യിലെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അമർത്തി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ടൈറ്റുള്ള ടിഫിനാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തുറക്കാൻ പറ്റും കേട്ടോ. അതുപോലെ കുറേ നാളൊക്കെ ടിഫിൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടിഫിനിൻ്റെയോ അല്ലെങ്കിൽ മൂടിയുടെയൊക്കെ സൈഡിൽ ഒരു തുരുമ്പിൻ്റെ കറൊക്കെ കാണാറുണ്ട്. അപ്പോൾ ആ തുരുമ്പിൻ്റെ കറ പോകണമെങ്കിൽ തീർച്ചയായും നമുക്ക് വിമ്മൊക്കെ ഇട്ട് കഴുകിയാൽ ചിലപ്പം പോയി വരില്ല. ഒരല്പം പേസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അവിടെ സ്ക്രബ് ചെയ്തിട്ട് കഴുകുകയാണ് തീർച്ചയായും ആ തുരുമ്പിൻ്റെ കറ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം നന്നായി ഒന്ന് നിങ്ങൾ ഏത് ഡിഷ് വാഷാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ച് കഴുകി ജസ്റ്റ് വെയിലത്ത് ഉണക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു ടിഫിൻ ബോക്സ് പോലെ നിങ്ങൾക്ക് ഒരു സ്മെല്ലും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും.